ശരി ഡോക്ടർ. ഡോക്ടർ ഇപ്പോൾ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു. പിന്നെ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പണ്ടത്തെ കാലത്തുള്ളത് പോലെയല്ല, ഒരുപാട് മാറ്റങ്ങളുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ. അങ്ങനെയാണെങ്കിൽ ഭക്ഷണത്തിലൂടെ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് വരാനുള്ള സാധ്യതകൾ അത് എത്രത്തോളമാണ്? അതായത് നമ്മൾ ഏതൊരു ഭക്ഷണം, ഇനിയിപ്പോ അതൊരു ഷുഗർ ഉള്ളതായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സാധാരണ പ്രോട്ടീൻ ഭക്ഷണം, ഏതൊരു ഭക്ഷണവും നമ്മൾ ശരീരം അത് നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ അത് സൂക്ഷിച്ചു വെക്കും. സാധാരണ ഇത് അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊഴുപ്പ് ഉള്ള കോശങ്ങളിലാണ് ഇത് സൂക്ഷിച്ചു വെക്കുക. അപ്പൊ അത് കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും ഇത്രയൊരു ഫുഡ് എന്തെങ്കിലും ശരീരത്തിൽ സൂക്ഷിച്ചു വെക്കണമല്ലോ, അതിനുള്ള ഒരു സെല്ലാണ് ലിവർ സെൽ. അപ്പൊ അത് നമുക്കൊരു ഭാവിയിൽ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് അങ്ങനെ എടുത്തു വെക്കുന്നത്. അപ്പൊ ഏതൊരു ഭക്ഷണം അമിതമായി കഴിച്ചാല് എന്തായാലും അത് കൊഴുപ്പായിട്ട് ശരീരം സൂക്ഷിച്ചു വെക്കും. അത് അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലമാണ് ലിവർ സെൽ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ലിവർ സെല്ലിന് ഒരു പരിധിയുണ്ട്. അപ്പൊ ആ പരിധിയിൽ കടക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പൊ എല്ലാ ഭക്ഷണവും അമിതമായി കഴിച്ചാൽ ഫാറ്റി ലിവറിലേക്ക് തന്നെയാണ് പോകുന്നത്. എന്നാലും നമ്മളിപ്പോ വളരെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ നല്ല ഷുഗർ, ഡയറക്റ്റ് ആയിട്ടുള്ള ഷുഗേഴ്സ്, അതായത് പഞ്ചസാര, വെല്ലം, തേൻ, കൽക്കണ്ടം, ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ഷുഗറാണ്. അതുപോലെ ഫ്രക്ടോസ്, നമ്മൾ ജ്യൂസുകളിലൊക്കെ ചേർക്കുന്ന സിറപ്പുകൾ, കോൺ സിറപ്പുകൾ, ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ഷുഗറുകളാണ്. ഇതെല്ലാം പെട്ടെന്ന് തന്നെ കൊഴുപ്പായി സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുക. പിന്നെ റെഡ് മീറ്റുകൾ, ഇതെല്ലാം പ്രശ്നങ്ങളാണ്. ഓയിലുകളിൽ നമ്മൾ ഒരു ദിവസം 1-2 സ്പൂൺ മാത്രമാണ് ഓയിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാ പറയാറ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിലുകളുടെ അളവ് വളരെ അധികമാണ്. അപ്പോൾ ഈ ഗീ, നെയ്യ്, വെണ്ണയൊക്കെ ഡയറക്റ്റായി കൊഴുപ്പായിട്ട് തന്നെ സൂക്ഷിച്ചു വെക്കും. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ ഇപ്പം നമ്മൾ പറഞ്ഞു, കാരണങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് വരാതിരിക്കാൻ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവും. അതെന്തൊക്കെയാണ്? വരാതിരിക്കാൻ അത് നമ്മൾ രണ്ടു തരം, ഒരു സാധാരണ ഒരു ജീവിതശൈലിയുള്ളവർ, ഇതുവരെ ഒന്നും ഡിസീസ് ഇല്ലാത്ത ഒരാളെ കുറിച്ചാണല്ലോ നമ്മളിപ്പോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലിൽ നിന്നുള്ള മാറ്റങ്ങൾ വരുത്തുക. അതായത് ഇപ്പോ ഒരു ബൈക്കൊക്കെ ഉപയോഗിക്കുക, വെറുതെ ചെറിയ ദൂരത്തിന് ബൈക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ അതൊക്കെ ഒഴിവാക്കുക. വ്യായാമത്തിനുള്ള എന്തെങ്കിലും ഒരു സമയം കണ്ടെത്തുക. ഒരു ആഴ്ചയിൽ 5 ദിവസമെങ്കിലും വ്യായാമം ചെയ്യാനുള്ള ഇത് കണ്ടെത്തുക. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ കഴിക്കുക. നമ്മൾ ആ ഒരു പ്ലേറ്റിലേക്ക് ഭക്ഷണം എടുക്കുമ്പോൾ തന്നെ അതിനെ വളരെ ക്ലിയർ ആയി ശ്രദ്ധയോടെ കൂടെ നമ്മൾ എടുക്കേണ്ടി വരും. ഭക്ഷണം പതുക്കെ കഴിക്കുക. നമ്മൾ ചിലപ്പോൾ പലപ്പോഴും ഭക്ഷണം വിശപ്പ് ശരീരം അറിയുമ്പോഴേക്കും നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ വളരെ ഭക്ഷണം പതുക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടെ കഴിക്കുക. അത് എടുക്കുന്ന ഭക്ഷണത്തിന്റെ രീതി, നമ്മൾ മുന്നേ ഒരു പ്ലേറ്റ് ഒക്കെ പറയാറുണ്ടല്ലോ, ഡയറ്റ് പ്ലേറ്റ്. അതായത് ഒരു 1/4 ഭാഗം കാർബോഹൈഡ്രേറ്റ്, 1/4 ഭാഗം പ്രോട്ടീൻ, പിന്നെ ഒരു 1/4 ഭാഗം പച്ചക്കറികൾ, പിന്നെ ഒരു 1/4 ഭാഗം ഫ്രൂട്ട്സ്. അപ്പൊ ഇങ്ങനെയൊക്കെ അത്രയൊക്കെ ശ്രദ്ധയോടെ നമ്മളിത് വന്ന ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, വരാൻ ഇതുവരെ വന്നിട്ടില്ലാത്ത ഇനി എങ്ങനെ തടയാം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ എക്സസൈസ്, ഈ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്യാം. നമ്മൾ ഒരുപാട് നേരം ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ഇടയ്ക്കൊക്കെ ബ്രേക്ക് ചെയ്യുക. പിന്നെ സ്ട്രെസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രെസ് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക. ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു വരാനിരിക്കാനുള്ള സാധ്യതകൾ. പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്താലും ഏകദേശം 50% ആളുകൾക്ക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്.